അനുഭവങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകും. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം അനുഭവങ്ങൾ പറയുമ്പോ അല്ലെങ്കിൽ മറ്റാരോട് പറയുമ്പോ നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അടിസ്ഥാനങ്ങളില്ലാത്ത, ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പറയരുത്. അത് തങ്ങൾ മാത്രമല്ല, ആരുടെ പേരിലായാലും നമ്മൾ ഒരിക്കലും ഉറപ്പില്ലാത്ത സംഗതികൾ, 100% ഉറപ്പാവാത്ത വിഷയങ്ങൾ കേട്ടുകേൾവിയുടെ പേരിൽ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പാടില്ല. അബ്ദുൽ ഹമീദ് ജല്ല ഒറിജിനൽ ഒരു സലഫി, മഹാനായ കൂറത്തങ്ങളെ തണ്ണി കൊണ്ട് സുന്നിയായ ചരിത്രം എന്റെ അനുഭവത്തിലുണ്ടു. എന്തിനെ ಗೊಂದುಂಡಾ അപ്പോൾ ഒന്നാമത്തെ സാധാരണ ചൊല്ലി എല്ലാവരും കാതു കൊടുത്താറ്. എന്തുകൊണ്ട് അബ്ദുൽ ഹമീദ് ചൊല്ലിയെ പോലത്തെ ഒരു സലഫി കൂറത്തങ്ങളെ തണ്ണി കുടിച്ചിട്ട് സുന്നിയായ ഒരു ചരിത്രമായിട്ട് ചൊന്നിട്ടുള്ളേ. അത് ഏത് രായത്തിൽ സംഭവിച്ചായിട്ടിക്കറ്, അത് ബെൽത്തങ്ങട്ടിൽ എവിടെയായിരിക്കും റായ, ഏത് ജമാഅത്തിൽ പെട്ടവണ്, ഏത് സലഫി പള്ളിക്കായിട്ട് പോയോണ്ടിന്ന്, ഏത് സലഫി പള്ളിയുടെ മെമ്പർ ചൊന്ന് തെളിവിക്കുന്ന ബാധ്യത ഇവിടെ സാധാരണ ഉണ്ടു. അത് തെളിവിക്കണോ ചൊന്നിട്ടായിട്ട് ആവശ്യപ്പെട്ടത്. ഇൻഷാ അനുഭവങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകും. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം അനുഭവങ്ങൾ പറയുമ്പോ അല്ലെങ്കിൽ മറ്റാരോട് പറയുമ്പോ നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അടിസ്ഥാനങ്ങളില്ലാത്ത, ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പറയരുത്. അത് തങ്ങൾ മാത്രമല്ല, ആരുടെ പേരിലായാലും നമ്മൾ ഒരിക്കലും ഉറപ്പില്ലാത്ത സംഗതികൾ, 100% ഉറപ്പാവാത്ത വിഷയങ്ങൾ കേട്ടുകേൾവിയുടെ പേരിൽ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പാടില്ല. 3 മക്കളെ ജന്മം നൽകിയിട്ട് ആ മക്ക സുബ്ഹാനല്ലാഹ് ജന്മം നൽകിയ സമയത്ത് ആ കിടാവുടെ റൂപ മൃഗത്തിന്റെ റൂപായിട്ട് കിടി 30, 35, 40 ഇടയില് ആ കിടാവ് മരിക്കിട സംഭവമായിട്ട് കിടി. ആ 3 മക്കായിട്ട് കയറി അബ്ദുൽ ഹമീദ് ജനിക്കറ്. ആ 3 മക്കം പിന്നെ മൃഗത്തെ രൂപത്തിലായിട്ട് കയറി മുഖ അങ്ങനെ ജനിക്കരായിട്ട് കയറി. അങ്ങനെ 40 ജീവിച്ചിട്ട് മരിക്കരായിട്ട് കയറാം മക്ക. അതുകൊണ്ട് ഇതിലോട്ട് കേൾക്കില്ലേ, ഈ 40 ജീവിച്ചിട്ട് മറിച്ച പോലത്തെ ഈ മക്കളെ ഏത് ബെൽത്തങ്ങത്തെ ആൾക്കൂടെ ഏത് ജമാഅത്തിലായിട്ട് സംഭവിച്ച്, ഏത് ജമാഅത്തിലായിട്ട് ഈ മക്കളെ കബറടക്കര്, 6 ഈ മക്കളെ മയ്യത്ത് നിസ്കരിച്ചിട്ട് 3 മക്കളെ എവിടെയായിട്ട് കബറടക്കര്. ഇത് തെളിവ് നിങ്ങൾ കൊണ്ടുവരണം. എന്നിട്ട് ബെൽത്തങ്ങത്തെ ആളുക്കുള്ളൂ കൂറത്തങ്ങൾ മരിക്കുന്ന ഇങ്ങനത്തെ ഒരു സംഭവ പിന്നെ പരിചയമായത് ഗൊന്തില്ലാറും. അതുകൊണ്ട് കേട്ടോള്ളേ എവിടെയായിട്ട് സംഭവിച്ചിട്ട് ഏത് പള്ളിയുടെ കബർസ്ഥാനത്തിലായിട്ട് ആ 3 മക്കളെ അടക്കര്, 6 മയ്യത്ത് നിസ്കരിച്ചിട്ട് ആ മയ്യത്ത് അത് നിങ്ങളുടെ തെളിവോട് കൂടെ കൊണ്ടുവന്ന് ഹാജരാക്കണം ഇൻഷാ അല്ലാഹ്. അനുഭവങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ മനസ്സുകളിൽ ഉണ്ടാകും. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇത്തരം അനുഭവങ്ങൾ പറയുമ്പോ അല്ലെങ്കിൽ മറ്റാരോട് പറയുമ്പോ നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. അടിസ്ഥാനങ്ങളില്ലാത്ത, ഉറപ്പില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ഒരിക്കലും പറയരുത്. അത് തങ്ങൾ മാത്രമല്ല, ആരുടെ പേരിലായാലും നമ്മൾ ഒരിക്കലും ഉറപ്പില്ലാത്ത സംഗതികൾ, 100% ഉറപ്പാവാത്ത വിഷയങ്ങൾ കേട്ടുകേൾവിയുടെ പേരിൽ ഒരാളെ സംബന്ധിച്ച് നമ്മൾ പറയാൻ പാടില്ല. അത് കറാമത്തായാലും ശരി, അല്ലാത്തതായാലും ശരി. ഇന്ന് ചില ആളുകൾക്കൊക്കെ ഈ കറാമത്തുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അത് എന്തോ ഒരു ട്രെൻഡാക്കി മാറ്റുന്ന ഒരു ദുസ്വഭാവം ചില ആളുകൾക്കുണ്ട്. മഹാന്മാരായ ഔലിയാക്കൾക്ക് കറാമത്തുകളുണ്ട്, സ്വാലിഹീങ്ങളായ മഹാന്മാർക്ക് കറാമത്തുകളുണ്ട്. പക്ഷേ ഈ കറാമത്തുകളൊന്നും പ്രദർശന വസ്തുവാക്കേണ്ടതല്ല. കറാമത്തുകൾ ഇങ്ങനെ അത് മറ്റുള്ള ആൾക്ക് കാണിച്ചു കൊടുക്കേണ്ട വസ്തുക്കളൊന്നുമല്ല. നമുക്കറിയാമല്ലോ, സ്വഹാബത്തിന്റെ കാലഘട്ടങ്ങളിൽ കറാമത്തുകൾ കുറവായിരുന്നു. കാരണം അവർ അധികവും അത് മറച്ചു വെക്കുന്നവരായിരുന്നു. പക്ഷെ ഇന്ന് പലരുടെയും പേരിൽ കെട്ടിച്ചമച്ചുകൊണ്ടുണ്ടാക്കുന്ന കറാമത്തുകൾ, അല്ലെങ്കിൽ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ചില സംഭവങ്ങൾ പലരും ആലോചിക്കാതെ പറഞ്ഞു വിടുകയാണ്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്. ഡോക്ടർമാർ അവസാന തീരുമാനം കൊടുത്തത്, എനിക്ക് പിന്നിങ്ങളെ പെഞ്ഞായി പെറാണ്ടിക്കിടത് നല്ലത്,
ഇനിയും പെത്തെങ്കിൽ ഇങ്ങനെ തന്നെ കിടാവൂ. സാദാത്തങ്ങ മൂന്നാമത്തെ ചൊല്ലായിട്ടിക്കറ് ആ എനി നിങ്ങ പെറോ തീര പെത്തൻಟ ഇങ്ങനെ ಮೊಗ ಪ್ರಾಣಿಡೆ ಮೊಗಾಯ ಕಿಡಾವಾಯಿಟಿಗೆ ಪೊರಕಡೆ അതുകൊണ്ട് ഡോക്ടർ ചൊല്ലേവുള്ള നിങ്ങൾ ഇന്ന് പിറകു തീരാണ്ട് അതുകൊണ്ട് സാധാ തങ്ങളുടെ കേൾക്കോലി ഇത് ഏത് ഡോക്ടറായിട്ടിക്കറി ഇങ്ങനെ ചൊന്നുരേ ഏത് ഹോസ്പിറ്റലായിട്ടിക്കറി അങ്ങനെ പ്രാണിയുടെ മുകളിൽ കിടാവ് ജനിച്ചിരെ ഏത് ഹോസ്പിറ്റലിലായിട്ടിക്കറി അങ്ങ് പിറകു പോയിടെ ഈ മൂന്ന് മക്കളെ എന്തുകൊണ്ടായിട്ട് ഹോസ്പിറ്റലിൽ അങ്ങ് ഇത് പുറത്ത് ചൊന്നിട്ടില്ലേ ഏത് ഹോസ്പിറ്റലിൽ പോയാൽ ഡോക്യുമെൻറ്റിക്കുമല്ലേ അപ്പോൾ ഏത് ഹോസ്പിറ്റലിലായിട്ട് പോയില്ലേ മാംഗ്ലൂരിലും ആ ഹോസ്പിറ്റലിൻ്റെ പിന്നെ ആ സാക്ഷി നിങ്ങൾ ഹാജരാക്കാൻ സാധ്യമുണ്ടോ ഏത് ഹോസ്പിറ്റലിലായിട്ട് അങ്ങ് ഡെലിവറിക്ക് പോയിടെ ആ ഡെലിവറിയിൽ ഏത് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറായിട്ട് ഇങ്ങനെ ചൊന്നുരേ എന്നിങ്ങ പിറണ്ട നിങ്ങൾ പെത്തണ്ടായെങ്കിൽ ആ മൂന്ന് മക്കളെ പോലെമേ ഇനിയും പിന്നെ പ്രാണിൻ്റെ മുഖ കിടാവ് ജനിക്കറി ചൊന്നിട്ടു ഏത് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ ചൊന്നുരേ ചൊന്ന് തെളിവിക്കുന്ന ബാധ്യത നിങ്ങൾക്കുണ്ട് ഇൻഷാ അല്ലാഹ് തെളിവിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, പറയുമ്പോൾ അടിസ്ഥാനപരമായി പറയണം. തെളിവിന്റെ അടിസ്ഥാനത്തിൽ 100% ഉറപ്പുള്ള സംഗതികൾ മാത്രമേ പറയണം. അത് തന്നെ പറയുകയാണെങ്കിൽ പറയേണ്ടതാണോ, ഈ പറയേണ്ടതിനെ എങ്ങനെ പറയണം എന്ന് ആലോചിച്ച് നമ്മൾ പറയാൻ പാടുള്ളൂ. കിട്ടിയതൊക്കെ ഇങ്ങനെ വിളിച്ചു പറയാനുള്ളതല്ല. മതപരമായ വിഷയങ്ങൾ അതിൽ നാം വളരെ സൂക്ഷ്മതയും ജാഗ്രതയും പാലിക്കേണ്ടതുണ്ട്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങളെ വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, അറിവില്ലാത്ത ഉറപ്പില്ലാത്ത ഒരു സംഗതിയും പറയാൻ പാടില്ല, അതിന്റെ പിന്നാലെ നടക്കാൻ പാടില്ല. ഇന്ന സമഅ, നിശ്ചയമായും നിങ്ങളെ കാത്, വൽ ബസറ, നിങ്ങളെ കണ്ണ്, വൽ ഫുആദ്, നിങ്ങളെ ഹൃദയം, കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരുടെ കറാമത്താണെങ്കിലും 100% ഉറപ്പില്ലാത്ത സംഗതികൾ പറയരുത്. പറയുകയാണെങ്കിൽ തന്നെ ഇത് പറയേണ്ടതാണോ, എങ്ങനെ പറയണമെന്ന് ആലോചിച്ചേ പറയാൻ പാടുള്ളൂ. കാരണം ആ അവസ്ഥയിലാണ് ഇന്ന് ലോകമുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നൂറ്റിക്കൊണ്ടു പോകുന്നില്ല. മഹാനായ ഖുറത്തു സാദാത്ത് തങ്ങളവരുടെ